നമസ്കാരം. പ്രധാന വാർത്തകൾ. കലിതുള്ളി കാലവർഷാരംഭം. തൃശൂർ ജില്ലയിൽ ഇടിമിന്നലേറ്റ് 2 മരണം. മരിച്ചത് കുന്നംകുളം വേലൂർ സ്വദേശി ഗണേശൻ, വലപ്പാട് കോതക്കുളം സ്വദേശി നിമിഷ എന്നിവർ. അപകടം രാവിലെ കനത്ത മഴയ്ക്കൊപ്പമുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ. വെള്ളക്കെട്ടിന്റെ ദുരിതത്തിൽ തൃശൂർ നഗരം. ഒല്ലൂരിനും പുതുക്കാടിനുമിടയിൽ റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞു. പാലക്കാട് ജില്ലയിലും മഴ ശക്തം. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ പരക്കെ വെള്ളക്കെട്ട്. ഒറ്റപ്പാലം മേഖലയിൽ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറി. അട്ടപ്പാടി ഭൂതവഴി ഊരിലെ ആദിവാസി ഭവന നിർമ്മാണ ഫണ്ട് തട്ടിയെടുത്ത കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ഗ്രീൻ മൂവ്മെന്റ്. CPI മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം കരാറെടുത്ത ഭവന നിർമ്മാണ പദ്ധതിയിൽ നടന്നത് ലക്ഷങ്ങളുടെ അഴിമതിയെന്ന് ഭാരവാഹികൾ. ഹൈക്കോടതിയിലെത്തിയ കേസ് അട്ടിമറിക്കാൻ സർക്കാർ തലത്തിൽ നീക്കമെന്നും ആരോപണം. വടക്കാഞ്ചേരി കുണ്ടന്നൂരിൽ പോലീസിന്റെ വിദേശമദ്യവേട്ട. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 75 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം പിടിച്ചെടുത്തു. പ്രതി ഓടി രക്ഷപ്പെട്ടു. 1-ാം തീയതി ബിവറേജുകളും ബാറുകളും അവധിയായതിനാൽ അനധികൃത വിപണനത്തിനായി സൂക്ഷിച്ചിരുന്ന മദ്യമാണ് പിടികൂടിയതെന്ന് പോലീസ്. മണ്ണൂരിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. പട്ടികജാതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് കുന്നംകുളം പോക്സോ കോടതി. ശിക്ഷിക്കപ്പെട്ടത് തൃശൂർ വടക്കേക്കാട് വൈലത്തൂർ ഞമനേങ്ങോട് സ്വദേശി പ്രസാദ്. പീഡനം നടന്നത് 2013 അതിജീവിത 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത്. ആരോഗ്യവകുപ്പ് ഫോറൻസിക് വിഭാഗം ചീഫ് കൺസൾട്ടന്റും പോലീസ് സർജനുമായ ഡോക്ടർ PB ഗുജറാൾ പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ പടിയിറങ്ങി. വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് ഔദ്യോഗിക ജീവിതത്തിൽ 6-ാം ഇന്ദ്രിയത്തെ പിന്തുടർന്ന പ്രതിഭാശാലി. പോലീസ് സേനയുടെ കുറ്റാന്വേഷണ വിഭാഗത്തിന് ഡോക്ടർ നൽകിയ സംഭാവനകൾ മഹത്തരം. വേനലവധിക്കു ശേഷം സ്കൂളുകൾ ജൂൺ 3-ന് തുറക്കും. പ്രവേശനോത്സവത്തിനായി തിരക്കിട്ട ഒരുക്കങ്ങൾ. മഴക്കാല ജാഗ്രതയുടെ ഭാഗമായി മിക്ക വിദ്യാലയങ്ങളിലും ശുചീകരണം പൂർത്തിയായി. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലയിൽ ഇടിമിന്നലേറ്റ് 2 മരണം. കുന്നംകുളം വേലൂർ സ്വദേശി 50 വയസ്സുള്ള ഗണേശൻ, വലപ്പാട് കോതക്കുളം സ്വദേശി 42 വയസ്സുള്ള നിമിഷ എന്നിവരാണ് മരിച്ചത്. രാവിലെ കനത്ത മഴയ്ക്കൊപ്പമുണ്ടായ ശക്തമായ ഇടിമിന്നലിലാണ് 2 അപകടങ്ങളും സംഭവിച്ചത്. വീടിനുള്ളിൽ വെച്ചാണ് ഗണേശന് ഇടിമിന്നലേറ്റത്. വീടിന് ഉമ്മറത്തിരുന്ന് സംസാരിക്കുമ്പോഴായിരുന്നു ശക്തമായ ഇടിമിന്നൽ. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. നിമിഷയ്ക്ക് വീടിന് പുറത്തെ കുളിമുറിയിൽ കുളിക്കുന്നതിനിടെയാണ് ഇടിമിന്നലേറ്റത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ ഇടിമിന്നൽ സമയത്ത് നിമിഷ വീടിന് പുറത്തുള്ള ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതേ സമയത്ത് നിമിഷയുടെ ഭർത്താവ് ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് സ്കാനിങ്ങിന് പോയിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഫോണിൽ ഭാര്യയെ വിളിച്ച സമയത്ത് ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചില്ല. ആ സമയത്ത് ഭർത്താവ് സുധീർ വീട്ടിലേക്ക് എത്തുകയും പുറത്ത് കുളിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷയെ വിളിക്കുകയും വിളി കേൾക്കാണ്ട് കുളിമുറിയുടെ ഡോറ് മുട്ടിയതിന് ശേഷം ഒരു അപകടാവസ്ഥ അദ്ദേഹത്തിന് തോന്നി. കുളിമുറിയുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് നോക്കിയപ്പോൾ നിമിഷ അവിശ നിലയിൽ കുളിമുറിയിൽ കിടക്കുകയായിരുന്നു. ഉടനെ തന്നെ നമ്മുടെ വലപ്പാട് ദയാ ഹോസ്പിറ്റലിലേക്ക് നിമിഷയെ എത്തിക്കുകയായിരുന്നു. പിന്നീട് നിമിഷയെ വ്യക്തമായ പരിശോധനയിൽ നിമിഷ മരണപ്പെട്ടതായി ബോധ്യപ്പെട്ടു. മിന്നലിൽ ബാത്റൂമിന്റെ കോൺക്രീറ്റ് തകർന്നു. ബൾബും ഇലക്ട്രിക് വയറുകളും കത്തിക്കരിഞ്ഞ നിലയിലാണ്. ഗണേശന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും നിമിഷയുടെ മൃതദേഹം വലപ്പാട് സ്വകാര്യ ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ്. തുടർ നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂരിൽ പെയ്ത കനത്ത മഴയിൽ നഗരത്തിലെ പലയിടങ്ങളിലും രൂപപ്പെട്ടത് വലിയ വെള്ളക്കെട്ട്. വടക്കേ സ്റ്റാൻഡിനു സമീപത്തെ റോഡുകളിലും സ്വരാജ് റൗണ്ടിലും കൊക്കാലയിലും പൂങ്കുന്നത്തും വെള്ളക്കെട്ട് ജനജീവിതം ദുസ്സഹമാക്കി. കനത്ത മഴയിൽ തൃശൂർ നഗരത്തിലെ പലയിടങ്ങളിലും വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത്. വടക്കേ സ്റ്റാൻഡിന് സമീപത്തെ റോഡുകളിലും സ്വരാജ് റൗണ്ടിലും കൊക്കാലയിലും പൂങ്കുന്നത്തും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. തൃശൂർ അശ്വിനി ആശുപത്രിയിലും നേരിയ തോതിൽ വെള്ളം കയറി. തൃശൂർ വടക്കേച്ചിറയ്ക്ക് സമീപമുള്ള സിറ്റി പോസ്റ്റ് ഓഫീസിലും വെള്ളം കയറിയിട്ടുണ്ട്. ഒരാഴ്ചക്കിടെ ഇത് 2-ാം തവണയാണ് പോസ്റ്റ് ഓഫീസിൽ വെള്ളം കയറിയത്. ഇതോടെ ഓഫീസ് പ്രവർത്തനങ്ങൾ താളം തെറ്റി. തൃശൂർ കുന്നംകുളം റോഡിൽ വൻ ഗതാഗത തടസ്സമാണ് രൂപപ്പെട്ടത്. ശങ്കരയ്യ റോഡിലും പൂത്തോളിലും കൊക്കാലയിലും സ്ഥിതി വ്യത്യസ്തമല്ല. രാവിലെ 8 മണിയോടെ ആരംഭിച്ച കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും 2 മണിക്കൂറിന് ശേഷം അല്പം ശമനം വന്നെങ്കിലും പിന്നീട് വീണ്ടും മഴ ശക്തമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
ഒറ്റപ്പാലം മേഖലയിലും കനത്ത മഴയിൽ പരക്കെ വെള്ളക്കെട്ട്. പാലക്കാട് കുളപ്പള്ളി പാതയിലെ പല ഭാഗങ്ങളിലും വെള്ളം തളം കെട്ടിയ അവസ്ഥയായിരുന്നു. പലയിടത്തും പാതയോരത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. ശനിയാഴ്ച രാവിലെ 11 മണി മുതൽ 1 മണിക്കൂർ പെയ്ത കനത്ത മഴയിലാണ് ഒറ്റപ്പാലം മേഖലയിൽ വിവിധയിടങ്ങളിൽ വെള്ളം കയറിയത്. പാലപ്പുറം ഒറ്റപ്പാലം RS റോഡ്, ഒറ്റപ്പാലം നഗരം, കണ്ണിയമ്പുറം എന്നീ സ്ഥലങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. ഈസ്റ്റ് ഒറ്റപ്പാലത്ത് ഒരു ഹോട്ടലിലേക്കും തൊട്ടടുത്ത കാർ സർവീസ് സ്റ്റേഷനിലേക്കും വെള്ളം കയറി. ഈസ്റ്റ് ഒറ്റപ്പാലം ഭാരതപ്പുഴ റോഡിലുള്ള ഒരു വീട്ടിലും വെള്ളം കയറി. ചുനങ്ങാട് പിലാത്തറ കങ്കാടിയിൽ മുഹമ്മദിൻ്റെ വീട്ടിലെ കിണർ അതിശക്തമായ മഴയിൽ ഇടിഞ്ഞു താഴ്ന്നു. മുറ്റത്തുള്ള കിണറാണ് ഇടിഞ്ഞു വീണത്. പാലപ്പുറം ഹലോ നഗറിൽ മോഹനൻ്റെ മതിൽ ഇടിഞ്ഞു വീണു. വീടിൻ്റെ മുൻഭാഗത്തുകൂടിയാണ് മതിൽ വീണത്. ആളപായമില്ല. ഒറ്റപ്പാലം മിനി സിവിൽ സ്റ്റേഷനിലെ വാഹനങ്ങൾ നിർത്തുന്ന സ്ഥലത്തും വെള്ളം കയറി. കണ്ണിയമ്പുറം, പാലപ്പുറം തുടങ്ങിയ മേഖലകളിലാണ് റോഡിൽ വെള്ളക്കെട്ടുണ്ടായത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ശക്തമായ മഴയെ തുടർന്ന് തൃശൂരിൽ റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞു. ഒല്ലൂരിനും പുതുക്കാടിനുമിടയിൽ ശനിയാഴ്ച രാവിലെ 10:30-ക്കാണ് മണ്ണിടിച്ചിലുണ്ടായത്. 4 തീവണ്ടികൾ പിടിച്ചിട്ടു. എറവക്കാട് ഗേറ്റ് കടന്ന ശേഷം ഒല്ലൂർ സ്റ്റേഷന് മുന്നിലായാണ് ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞു വീണത്. തിരുനെൽവേലി പാലക്കാട് പാലരുവി എക്സ്പ്രസ്, എറണാകുളം ബംഗളൂരു ഇന്റർസിറ്റി, തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി, തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ പുതുക്കാട് സ്റ്റേഷനിൽ നിർത്തിയിട്ടു. അട്ടപ്പാടി ഭൂതവഴി ഊരിലെ ആദിവാസി ഭവന നിർമ്മാണ ഫണ്ട് തട്ടിയെടുത്ത കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ഗ്രീൻ മൂവ്മെന്റ് ഭാരവാഹികൾ. മലപ്പുറത്തെ CPI ജില്ലാ കമ്മിറ്റി അംഗം PM ബഷീർ കരാറെടുത്ത ഭവന നിർമ്മാണ പദ്ധതിയിലാണ് ലക്ഷങ്ങളുടെ അഴിമതി നടന്നതെന്ന് PUCL അംഗം അഡ്വക്കേറ്റ് PA പൗരൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 2015-2016 കാലഘട്ടത്തിലാണ് ATSP പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭൂതവഴി ഊരിൽ 15 വീടുകൾക്ക് ഫണ്ട് അനുവദിച്ചത്. ഇതിൽ ബഷീറിന് കരാർ കൊടുത്ത 7 വീട്ടുകാരുടെ പണമാണ് തട്ടിയെടുത്തത്. ഓരോ വീടിനും ഭവന നിർമ്മാണത്തിനായി 3,82,000 രൂപയാണ് ATSP അനുവദിച്ചത്. വീടിൻ്റെ സൗകര്യം വർദ്ധിപ്പിക്കാനായി ലൈഫ് പദ്ധതിയിലൂടെ ഓരോ വീടിനും അനുവദിച്ച 1,28,500 രൂപയും ബഷീർ തട്ടിയെടുത്തതായി PA പൗരൻ ആരോപിച്ചു. ATCP, ITDP, പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ചേർന്നാണ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയത്. ഉറപ്പില്ലാത്ത തറകെട്ടിയും ഗുണനിലവാരമില്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചും നിർമ്മിച്ച വീടുകൾ വാസയോഗ്യമല്ലാതായി. പരാതി നൽകിയതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ ബഷീറും കൂട്ടാളികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. ഉദ്യോഗസ്ഥരെ കുറ്റവിമുക്തരാക്കിയതും രാഷ്ട്രീയ സ്വാധീനത്തിലാണ്. ഹൈക്കോടതിയിലെത്തിയ ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് സർക്കാർ തലത്തിൽ നടക്കുന്നത്. പ്രതികളിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്നതിനൊപ്പം ഭൂതവഴി ഊരിൽ താമസയോഗ്യമായ വീട് അനുവദിക്കണമെന്നും PA പൗരൻ ആവശ്യപ്പെട്ടു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് കൂടിയാണ് അദ്ദേഹവും സുഹൃത്തുക്കളും കൂടിയാണ് അതിന് കരാറെടുത്തത്. പണി പൂർത്തിയാക്കി എന്ന് പറയുന്നു. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ 13/5/2024 മെയ് മാസം 13-ാം തീയതി അവരുടെ കലാമണിയുടെ ഒരു റെപ്രസെൻറ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രീൻ മൂവ്മെൻറ്റ് കേരള, TV രാജൻ കൺവീനറായിട്ടുള്ള ഗ്രീൻ മൂവ്മെൻറ്റ്, അത് പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്നത് സിവിൽ റൈറ്റ്സും എൻവിറോൺമെൻറ്റൽ റൈറ്റ്സും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഫോർ ദ ഇൻ്റഗ്രേഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആസ് വെൽ എൻവിറോൺമെൻറ്റൽ റൈറ്റ്സ്. അപ്പോൾ അവർ മറ്റുള്ള സംഘടനകളെയും മറ്റുള്ള പ്രസ്ഥാനങ്ങളെയും വളരെ കാലമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവർ ഒരു അവസാന അത്താണിയായിട്ടാണ് ഗ്രീൻ മൂവ്മെൻറ്റിൻ്റെ കൺവീനർക്ക് ഒരു കത്തയക്കുകയും ഒരു റെപ്രസെൻറ്റേഷൻ എല്ലാ അവിടുത്തെ ഈ അഫക്റ്റഡ് പാർട്ടീസ് അല്ലെങ്കിൽ വിക്ടിംസ് എന്ന് പറയുന്ന 7 കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഒപ്പിട്ട് ഒരു കത്തയക്കുകയും ആ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ 15 പേരടങ്ങുന്ന ഒരു ടീം 13-ാം തീയതി ആ സ്ഥലം സന്ദർശിക്കുകയും. ഗ്രീൻ മൂവ്മെൻറ്റ് പ്രതിനിധി TV രാജൻ, ശബരി മുണ്ടക്കൽ, K കാർത്തികേയൻ, മണി പാമ്പാട്ട്, കലാമണി, ശാന്തി, ചെല്ലി, വേശി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരി കുണ്ടന്നൂരിൽ പോലീസിന്റെ വിദേശ മദ്യവേട്ട. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 75 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. പ്രതി ഓടി രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച വൈകിട്ട് വടക്കാഞ്ചേരി CI റെജിനം തോമസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ സൂക്ഷിച്ച ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം പിടികൂടിയത്. കുണ്ടന്നൂർ സ്വദേശി കൊച്ചുപോളിൻ്റെ വീടിനു മുന്നിലെ പറമ്പിൽ ചാക്കിലാക്കി കുഴിച്ചിട്ട നിലയിലായിരുന്നു വിദേശമദ്യം.
1/2 ലിറ്ററിൻ്റെ 150 കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് പിടികൂടിയത്. 1-ാം തീയതി ബിവറേജുകളും ബാറുകളും അവധിയായതിനാൽ അനധികൃത വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന മദ്യമാണ് പിടിച്ചെടുത്തത്. പോലീസ് എത്തുമെന്ന വിവരമറിഞ്ഞ് പ്രതി ഓടി രക്ഷപ്പെട്ടു. ഇവർക്കായി വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. SI EK ഹുസൈനാർ, ASI KP ശ്രീദേവി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ES സജീവ്, ഷെറോൺ, NJ ജോബി എന്നിവരടങ്ങിയ സംഘമാണ് മദ്യം പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആരോഗ്യവകുപ്പ് ഫോറൻസിക് വിഭാഗം ചീഫ് കൺസൾട്ടന്റും പോലീസ് സർജനുമായ ഡോക്ടർ PB ഗുജറാൾ പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ പടിയിറങ്ങി. ഒരിക്കലും തെളിയിക്കപ്പെടാതെ പോകുമായിരുന്ന കേസുകൾക്ക് തുമ്പുണ്ടാക്കി പോലീസ് സേനയുടെ അഭിമാനമുയർത്തിയ സേവനമായിരുന്നു ഡോക്ടർ ഗുജറാളിൻ്റേത്. കാരണമറിയാതെ മാഞ്ഞുപോകുമായിരുന്ന ആത്മഹത്യകൾക്കും മറ്റും പിറകെ സഞ്ചരിച്ച് തുമ്പുണ്ടാക്കിയ ഡോക്ടർ എപ്പോഴും പിന്തുടർന്നത് തൻ്റെ 6ാം ഇന്ദ്രിയത്തെയാണ്. 2000-ൽ ഡോക്ടർ ഗുജറാൾ ജില്ലാ ആശുപത്രിയിലെത്തിയപ്പോൾ മോർച്ചറി കെട്ടിടം അതിദയനീയമായിരുന്നു. പാഴ്ചെടികളും മലിനജലവും പന്നിക്കൂട്ടവും ദുർഗന്ധവും നിറഞ്ഞ മോർച്ചറി വളപ്പിൽ അദ്ദേഹം പൂമരങ്ങളും ഫലവൃക്ഷങ്ങളും നട്ടുവളർത്തി. ഒത്ത മതിലും കെട്ടിടവും പണിതു. മാലിന്യ സംസ്കരണ സംവിധാനമൊരുക്കി. മൃതദേഹങ്ങൾ ഏതു സമയത്തും ചെന്നു കാണാൻ സൗകര്യത്തിൽ ജാലക മോർച്ചറി സ്ഥാപിച്ചു. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ആശ്വാസത്തോടെ ഇത്തിരി നേരം ഇരിക്കാൻ അനുശോചന മുറിയൊരുക്കി. ഇവിടെ ഞാൻ വരുന്ന കാലഘട്ടത്തിലുള്ളൊരു സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് 6-7 വർഷമായിട്ട് ഇവിടെ പോലീസ് സർജൻ ഇല്ലാത്തതുകൊണ്ട് ഇവിടെയുള്ള മൃതദേഹങ്ങളെല്ലാം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കോ ഒക്കെ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഒരേ സമയം 30 മൃതദേഹങ്ങൾ വരെ സൂക്ഷിക്കാൻ സൗകര്യമുള്ള ഫ്രീസറുകൾ സജ്ജീകരിച്ചു. 2016-ൽ സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ഡോക്ടർക്കുള്ള അവാർഡ് ഡോക്ടർ PB ഗുജറാളിനായിരുന്നു. 80കളിൽ രാജ്യത്ത് ഭയം വിതച്ചുകൊണ്ട് പടർന്ന HIV/AIDS രോഗബാധ ഇതിൻ്റെ ഇരകളിൽ അടിച്ചേൽപ്പിച്ച സാമൂഹിക ഭ്രഷ്ട് ഉള്ളുലയ്ക്കുന്നതായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിനെത്തിക്കുന്ന മൃതദേഹങ്ങൾക്ക് ബന്ധുക്കളില്ലാത്ത അവസ്ഥ. എയ്ഡ്സ് ബാധിതരുടെ ആത്മഹത്യ പഠന വിഷയമാക്കി സമൂഹ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ഡോക്ടർ ഗുജറാളാണ്. 1999-ൽ ഡോക്ടർ ഡൽഹിയിലെ എയിംസിൽ അവതരിപ്പിച്ച പ്രബന്ധം രാജ്യശ്രദ്ധ നേടി. 96-ലാണ് ഡോക്ടർ സർവീസിൽ പ്രവേശിച്ചത്. 16,000-ലധികം പോസ്റ്റ്മോർട്ടങ്ങൾ ചെയ്തു. 4,500-ലധികം തവണ കോടതിയിൽ സാക്ഷിമൊഴി നൽകി. ഒരു ജോലി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കുറേ പോസ്റ്റ്മോർട്ടങ്ങൾ ചെയ്ത് ഞാനൊരു 16,000-ലധികം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇവിടെ എവിടെയുള്ളതിനേക്കാളും ഏറ്റവും ജനസൗഹൃദമായിട്ടുള്ളതും ഏറ്റവും സൗകര്യങ്ങളുള്ളതുമായിട്ടുള്ള ഒരു മോർച്ചറി കോംപ്ലക്സ് ആ രീതിയിൽ തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ അങ്ങേറ്റത്തും അഭിമാനത്തോടുകൂടി, അത് എൻ്റെ കഴിവായിട്ടല്ല ഞാൻ പറയുന്നത്, അത് ആശുപത്രിയുടെ ഭരണാധികാരികളും അതേപോലെ പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് അതേപോലെ ഇവിടുത്തെ പൊതുപ്രവർത്തകർ എല്ലാവരും മോർച്ചറിയുടെ ഒരു കാര്യത്തിനെന്ന് പറഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് സഹകരിക്കാൻ അവരെല്ലാവരും തയ്യാറായിരുന്നു. പോലീസ് സേനയുടെ കുറ്റാന്വേഷണ വിഭാഗത്തിന് നിരവധി ശാസ്ത്രീയ മാർഗനിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. സമഗ്ര സംഭാവനയുടെ തിളക്കവുമായാണ് ഡോക്ടർ ജില്ലാ ആശുപത്രിയുടെ പടിയിറങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടികജാതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. തൃശൂർ വടക്കേക്കാട് വൈലത്തൂർ ഞമനേങ്ങോട് സ്വദേശി പ്രസാദിനെയാണ് കുന്നംകുളം പോക്സോ കോടതി ജഡ്ജി S. ലിഷ ശിക്ഷിച്ചത്. പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരമാണ് ജീവപര്യന്തം തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പോക്സോ നിയമപ്രകാരം 10 വർഷം തടവും 1.5 ലക്ഷം രൂപയും, ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം 1 വർഷം തടവും 1.5 ലക്ഷം രൂപയും ശിക്ഷ വിധിച്ചു. പിഴ സംഖ്യയിൽ നിന്ന് 1 ലക്ഷം അതിജീവിതയ്ക്ക് നൽകാനാണ് പൂർണ്ണമായ വിധി. 2013-ൽ അതിജീവിത 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് പീഡനം നടന്നത്. അതിജീവിത സ്കൂൾ വിട്ടുവരുമ്പോൾ തട്ടിക്കൊണ്ടുപോയി ഒഴിഞ്ഞ വീട്ടിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ്. ഈ കേസ് കോടതിയിൽ വിചാരണയിൽ വന്ന സമയത്ത് കൂടുതൽ അന്വേഷണം നടത്തി കൂടുതൽ തെളിവുകളും ശേഖരിച്ചതിന് ശേഷം 2023-ലാണ് വിചാരണ നടത്തിയത്. ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ KG സുരേഷാണ് അന്വേഷണം നടത്തിയത്. പ്രോസിക്യൂഷനു വേണ്ടി പോക്സോ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS ബിനോയ്, അഡ്വക്കേറ്റ് രഞ്ജിക, അഡ്വക്കേറ്റ് KN അശ്വതി എന്നിവർ ഹാജരായി. സഹായികളായി CPOമാരായ സുജിത്, രതീഷ്, ASI M ഗീത എന്നിവരും പ്രവർത്തിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് പഞ്ചായത്ത് പ്രദേശത്ത് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. കോട്ട്പ നിയമപ്രകാരം പൊതുസ്ഥലത്ത് പുകവലിക്കുന്നവരിൽ നിന്നും നിയമാനുസൃത പുകവലി നിരോധന ബോർഡ് പ്രദർശിപ്പിക്കാത്ത കടകളിൽ നിന്നുമായി 7,600 രൂപ ഫൈൻ ഈടാക്കി. മറ്റ് അപാകതകൾക്ക് 5,000 രൂപയും പിഴയും ഈടാക്കി. കൊതുക് വളരുന്ന സാഹചര്യം സൃഷ്ടിച്ച ആക്രി വ്യാപാര സ്ഥാപനം, നിരോധിത പുകയില ഉൽപ്പന്നം വിറ്റ കട തുടങ്ങിയവയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു. രാവിലെ 6 മണി മുതൽ 9:30 വരെ നീണ്ട പരിശോധനയ്ക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ PV സാജൻ നേതൃത്വം നൽകി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ KP ഗണേഷ് ശർമ്മ, PS സ്മിത്ത്, രമ്യ R തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. വേനലവധിക്കു ശേഷം സ്കൂളുകൾ ജൂൺ 3 തിങ്കളാഴ്ച തുറക്കും. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ തിരക്കിട്ട ഒരുക്കങ്ങൾ. ഭൗതിക പശ്ചാത്തല സൗകര്യങ്ങൾ ഏറെ മെച്ചപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 1ാം ക്ലാസ്സിലേക്കുള്ള പുതിയ കുട്ടികളുടെ വരവ് മന്ദഗതിയിലാണെന്ന് കോട്ടായിയിലെ സ്കൂൾ അധികൃതർ പറയുന്നു. സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ മികവിന്റെ കേന്ദ്രങ്ങളായാണ് അറിയപ്പെടുന്നത്. ഭൗതിക പശ്ചാത്തല സൗകര്യങ്ങൾ ഏറെ മെച്ചപ്പെടുത്തി നവാഗതരെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ് വിദ്യാലയങ്ങൾ. സൗകര്യങ്ങളും ഭൗതിക പശ്ചാത്തല സംവിധാനങ്ങളും ഏറെ മെച്ചപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 1ാം ക്ലാസ്സിലേക്ക് സർക്കാർ വിദ്യാലയങ്ങളിൽ പുതിയ കുട്ടികളുടെ വരവ് മന്ദഗതിയിലാണെന്ന് കോട്ടായി മേഖലയിലെ സ്കൂൾ അധികൃതർ പറയുന്നു. കോട്ടായി വറോഡ് സർക്കാർ LP സ്കൂളിൽ അടുത്തിടെയാണ് SSA വക 10 ലക്ഷം രൂപ ചിലവഴിച്ച് പശ്ചാത്തല സൗകര്യ വികസനം നടത്തിയത്. പക്ഷേ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ഇല്ലാത്തതിനാൽ പരിസര പ്രദേശത്തെ കുട്ടികൾ മറ്റു സ്വകാര്യ സ്കൂളുകളെയാണ് ആശ്രയിക്കുന്നതെന്നും ഓരോ ക്ലാസ്സിലും ചുരുങ്ങിയത് 2 ഡിവിഷനെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇംഗ്ലീഷ് മീഡിയം അനുവദിക്കുകയുള്ളൂ എന്ന് വറോഡ് സർക്കാർ LP സ്കൂൾ പ്രധാന അധ്യാപിക പറഞ്ഞു. പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ PTA ഒക്കെ അധ്യാപകരുടെയും ഒക്കെ കൂട്ടായ ശ്രമം കൊണ്ട് ഏകദേശം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇപ്പൊ മഴ കാരണമാണ് നമുക്ക് പുറത്തേക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റാത്തത്. ഇനി നാളെ കൂടി മഴയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്തണം. പക്ഷെ കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. എല്ലാ മറ്റു സജ്ജീകരണങ്ങളും ഇപ്പോൾ വർണ്ണക്കൂടാരൊക്കെ ആണെങ്കിൽ 10 ലക്ഷത്തിന്റെ SSA ഫണ്ടൊക്കെ വന്നിട്ട് ചെയ്തിട്ടുണ്ട്, പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് മീഡിയം രക്ഷിതാക്കൾക്ക് ഒരു ആകർഷക ഘടകമാണ്. അതുകൊണ്ട് കുട്ടികളുടെ എണ്ണം കുറയുന്നുണ്ട്. ഇപ്പൊ സമീപത്തുള്ള കുട്ടികൾ തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇടങ്ങളിലേക്ക്, അങ്ങനെ അൺഎയ്ഡഡ് മേഖലകളിലേക്കൊക്കെ പോകാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. എന്തും ഫ്രീ ആയിട്ട് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു കുറവ് കൂടി ഇവിടെ ഉണ്ടാകുന്നു. കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. എല്ലാ സജ്ജീകരണങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വേനലവധിയുടെ ആലസ്യം വിട്ട് മഴയുടെ താളത്തിനൊപ്പം കുട്ടികൾ അക്ഷരമുറ്റത്തേക്ക് എത്താൻ ഇനി ദിവസങ്ങൾ മാത്രം. ജൂൺ 3-നെത്തുന്ന നവാഗതരുൾപ്പെടെയുള്ള കുട്ടികളെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് വിദ്യാലയങ്ങൾ. സ്കൂൾ അങ്കണത്തിലെ കളിയുപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, കാഴ്ചഭംഗി നൽകാൻ പെയിന്റിംഗ്, മൃഗങ്ങളുടെയും കാർട്ടൂൺ കഥാപാത്രങ്ങളുടെയും ശില്പങ്ങൾ സ്ഥാപിക്കൽ, അങ്ങനെ സ്കൂളുകളിൽ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ക്ലാസ് മുറികൾ വർണ്ണങ്ങളാൽ സമൃദ്ധം. കുട്ടികളുടെ ഇഷ്ട കഥാപാത്രങ്ങളും ആകർഷക ചിത്രങ്ങളുമായി ചുമരുകളും സജ്ജം. മഴ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെങ്കിലും ജൂൺ 3-ന് പ്രവേശനോത്സവം ഉത്സവ പ്രതീതിയോടെ നടത്താനുള്ള ഒരുക്കത്തിലാണ് സ്കൂൾ അധികൃതർ. സ്കൂളുകൾ മാനസിക ഉല്ലാസ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ലോകമാവുന്നതോടെ കുട്ടികളും ഏറെ സന്തോഷത്തിലാകും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. നവാഗതർക്ക് സ്വീകരണം ഒരുക്കി മങ്കര കുനിയമ്പാടം അംഗൻവാടി. ഈ അധ്യയന വർഷം അംഗൻവാടിയിലേക്കെത്തിയ 15ഓളം നവാഗതർക്കാണ് സ്വീകരണം ഒരുക്കിയത്. ഒപ്പം അംഗൻവാടിയിൽ നിന്നും പഠനം പൂർത്തിയാക്കി സ്കൂളുകളിലേക്ക് പോകുന്ന 17ഓളം കുട്ടികൾക്ക് യാത്രയയപ്പും നൽകി. യാത്രയയപ്പ് യോഗം മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. പഠിക്കാൻ വരുന്നത് അതല്ലാതെ മറ്റ് ഗ്രൂപ്പിൽപ്പെട്ട നമ്മൾ പോഷകാഹാരം കൊടുക്കുന്ന ഒരുപാട് അഡോളസന്റ് കുട്ടികളും ഉണ്ട്. വാർഡംഗം KB വിനോദ് കുമാർ അധ്യക്ഷനായി. തുടർന്ന് നവാഗതരായ 15ഓളം കുട്ടികൾക്ക് പഠനോപകരണങ്ങളും മധുരവും നൽകി. അംഗൻവാടി സൂപ്പർവൈസർ റസീല,
പൊതുപ്രവർത്തകൻ KR കനകദാസ്, P ഷൗക്കത്ത് അലി, അംഗൻവാടി വർക്കർ VS ബേബി വിമല, KV രാജു തുടങ്ങിയവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും ഉണ്ടായി. പറളി സ്കൂളിൽ നിന്നും +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ അർച്ചനയെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉപഹാരം നൽകി ആദരിച്ചു. രക്ഷിതാക്കളും കുട്ടികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വടനംകുറിശി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന 13ാം വാർഷിക പൊതുയോഗവും LSS USS ജേതാക്കൾക്കുള്ള അനുമോദനവും PM പ്രേംകുമാർ അനുസ്മരണവും സംഘടിപ്പിച്ചു. ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ഗീത ഉദ്ഘാടനം ചെയ്തു. സൂചിപ്പിച്ച പോലെ ഇവിടെ സ്കൂളിൽ ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ പ്രവർത്തിക്കുമ്പോൾ അത് ഒരു ഭാരമായിട്ട് നമുക്ക് തോന്നാറില്ല. ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നത് എൻ്റെ ഒരു വീട്ടിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് എൻ്റെ സ്കൂളാണ്. എൻ്റെ സ്കൂളിൽ എത്ര നേരം നിന്ന് പ്രവർത്തിക്കാനും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമാണ് ചെയ്യുന്നത്. പൂർവ്വ വിദ്യാർത്ഥി സംഘടന ജോയിന്റ് സെക്രട്ടറി KP സുകുമാരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. M രാമചന്ദ്രൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. PM വിശ്വനാഥൻ, VT ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ചടങ്ങിൽ രവി നങ്ങത്ത് PM പ്രേംകുമാർ അനുസ്മരണം നടത്തി. പരിപാടിയിൽ വെച്ച് LSS USS ജേതാക്കൾക്കുള്ള ഉപഹാര സമർപ്പണം P ഗോവിന്ദൻകുട്ടി നിർവഹിച്ചു. കഥകളി അരങ്ങേറ്റം നടത്തിയ സന്ധ്യ ടീച്ചറെ വിരമിച്ച പ്രധാന അധ്യാപിക TM പത്മിനി ആദരിച്ചു. സംഘടനാ സെക്രട്ടറി AV വേണുഗോപാലൻ റിപ്പോർട്ട് അവതരണവും ട്രഷറർ TM മോഹൻകുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സഹോദരിമാരായ റംലയ്ക്കും ഷമീറയ്ക്കും ഇനി പുതിയ വീട്ടിൽ അന്തിയുറങ്ങാം. ചെറുതുരുത്തി മുള്ളൂർക്കര സ്വദേശിനികളായ റംലയ്ക്കും ഷമീറയ്ക്കും പുതിയ വീട് നിർമ്മിച്ച് നൽകിയത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജനകീയ കമ്മിറ്റിയിലൂടെ. സഹോദരിമാർക്ക് പുതിയ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് STV ന്യൂസ് വാർത്തയെ തുടർന്ന്. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ 13ാം വാർഡിൽ വാഴക്കോട് മണ്ണുവെട്ടത്ത് പരേതനായ മുഹമ്മദ് കുട്ടിയുടെ മക്കളായ 45-കാരി റംല, 40-കാരി ഷമീറ എന്നിവർ പഴകി ദ്രവിച്ച ഓടിട്ട വീട്ടിൽ പ്ലാസ്റ്റിക് പായ കൊണ്ട് മറച്ചാണ് ജീവിച്ചു വരുന്നത്. ആടിനെ വളർത്തുന്നതാണ് ഇവരുടെ ഏക വരുമാന മാർഗം. സർക്കാരിൻ്റെ ലൈഫ് പദ്ധതിയിലൂടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായി നിരവധി തവണ സർക്കാർ ഓഫീസുകളിലായി കയറിയിറങ്ങിയെങ്കിലും നടപടിയായില്ല. കഴിഞ്ഞ വർഷം നവംബറിൽ ഈ സഹോദരിമാർക്ക് അടച്ചുറപ്പുള്ള വീട് വേണമെന്ന് STV ന്യൂസ് വാർത്ത നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് നാട്ടുകാരായ KM അഹമ്മദ് പ്രസിഡന്റായും PV അബ്ദുൽ സലാം സെക്രട്ടറിയായും സുലൈമാൻ ട്രഷററായുമുള്ള ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് നാട്ടുകാരുടെ സഹായത്തോടെയാണ് പുതിയ വീട് നിർമ്മിച്ചു നൽകിയത്. ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 6 മാസങ്ങൾക്ക് മുൻപ് റംലയുടെയും ഷമീറയുടെയും കയ്യിൽ 1,13,000 രൂപ ഏൽപ്പിച്ച ശേഷം 6 മാസങ്ങൾക്കുള്ളിൽ വീട് യാഥാർത്ഥ്യമാക്കുമെന്ന് ചടങ്ങിൽ പ്രസിഡന്റ് പറഞ്ഞിരുന്നു. ആ വാക്കാണ് ഇന്ന് യാഥാർത്ഥ്യമായത്. അവരോട് അവസ്ഥ പറഞ്ഞ് ഇവരുടെ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിയതിനു ശേഷം എല്ലാവരുടെയും സഹായത്തോടു കൂടി അവർക്ക് നമുക്കൊരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇതിലേക്ക് സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഇവരുടെ തറ പണി തുടക്കം മുതൽ പത്രചേച്ചിയുടെ വലിയൊരു സഹായം 50,000 രൂപ മുതലാണ് തുടക്കം കുറിച്ചത്. 6 ലക്ഷം രൂപ ചിലവഴിച്ച് 2 മുറിയും അടുക്കളയും ഡൈനിങ് ഹാളും അടക്കമാണ് പുതിയ വീട് നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 10 മണിയോടുകൂടി പുതിയ വീട്ടിൽ പാല് കാച്ചി അവർ താമസം ആരംഭിച്ചു. വാഴക്കോട് ഖത്തീബ് ഹംസ ബാക്കഫിയുടെ പ്രാർത്ഥനയ്ക്കു ശേഷം പ്രസിഡന്റ് KM അഹമ്മദ്, സെക്രട്ടറി PV അബ്ദുൽ സലാം എന്നിവർ ചേർന്ന് റംലയ്ക്കും ഷമീറയ്ക്കും വീടിന്റെ ചാവി നൽകി. ചടങ്ങിൽ ട്രഷറർ സുലൈമാൻ, ഖത്തർ റിയാദ് KMCC ഭാരവാഹികളായ അഷ്റഫ് താഴപ്പറ, ജാഫർ മൊയ്തു, മുഹമ്മദ് കുട്ടി, അബൂബക്കർ ഇരുന്നലങ്കോട് തുടങ്ങിയവർ സംബന്ധിച്ചു. താമസിക്കാനായി അടച്ചുറപ്പുള്ള വീടൊരുക്കി തന്ന എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ടെന്ന് സഹോദരിമാർ അറിയിച്ചു. എനിക്ക് ഒരു വീട്, ഞാൻ ഓടുപരയിൽ ഈ നിലക്കുള്ള ചോർന്നൊഴിച്ച് കിടക്കുന്ന ഒരു വീട്ടിൽ ഈ കാലം കിടന്നിട്ട് ഇപ്പോൾ 3 ആൾക്കാർ, ഇവർ 3 അഹമ്മദ്ക്ക, സലാംക്ക, മുത്തുമണി, ഇവർ 3 ആളും കൂടി ഇങ്ങനെ ഒരു വീട് ആക്കി തന്നേന് അവരോട് എത്ര പറഞ്ഞാലും മതിയാവില്ല. അള്ളാഹുവിനോട് പിന്നെ ഇതിലേക്ക് ഓരോ ആൾക്കാരും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
JCI പട്ടാമ്പിയുടെ നേതൃത്വത്തിൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ ബഡ്സ് സ്കൂളിൽ പ്രവേശനോത്സവവും മുഴുവൻ വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോം വിതരണവും സംഘടിപ്പിച്ചു. പരിപാടി മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. JCI പട്ടാമ്പിയുടെ നേതൃത്വത്തിൽ വൺ ലോ വൺ സ്കൂൾ എന്നുള്ള പ്രോജക്ടിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഓങ്ങല്ലൂർ ബഡ്സ് സ്കൂളിന്റെ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് ഉള്ള യൂണിഫോം 40-ലധികം വരുന്ന കുട്ടികൾക്കുള്ള യൂണിഫോമാണ് JCI പട്ടാമ്പി ഇന്ന് വിതരണം ചെയ്യുന്നത്. വളരെ സന്തോഷം തോന്നുന്നു. ഓങ്ങല്ലൂർ ബഡ്സ് സ്കൂൾ വളരെ നല്ല രീതിയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതികൂല സാഹചര്യത്തിലും ഇന്ന് ഈ പരിപാടി നടത്തിക്കൊണ്ട് കുട്ടികൾക്ക് ഇത്തരത്തിൽ നല്ല യൂണിഫോം, ഏറ്റവും മികച്ച യൂണിഫോമുകൾ കൊടുക്കാൻ തീരുമാനിച്ച JCI പട്ടാമ്പിക്ക് പ്രത്യേകം നന്ദിയും അതുപോലെ തന്നെ അഭിനന്ദനവും അറിയിക്കുകയാണ്. പരിപാടിയിൽ JCI പട്ടാമ്പി പ്രസിഡന്റ് അബ്ദുൾ റഫീഖ് അധ്യക്ഷനായി. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, വനമിത്ര അവാർഡ് ജേതാവ് നൈന ഫെബിൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാലതി, വാർഡ് മെമ്പർ പുഷ്പ, JCI മേഖലാ ഓഫീസർ മഹേഷ്, സെക്രട്ടറി സനൂപ്, പ്രോഗ്രാം ഡയറക്ടർ മുഹമ്മദ് അസ്ഹർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. മുള്ളൂർക്കര ഇരുനിലംകോട് മഹാദേവ ക്ഷേത്രത്തിൽ മഹാ അന്നദാന ചടങ്ങ് നടന്നു. ക്ഷേത്രത്തിൽ ദിനംപ്രതി നടത്തിവരാറുള്ള അന്നദാന കർമ്മങ്ങളുടെ 28ാം വാർഷികത്തിന്റെ ഭാഗമായാണ് മഹാ അന്നദാന ചടങ്ങ് സംഘടിപ്പിച്ചത്. കനത്ത മഴ വകവയ്ക്കാതെ ജാതിമത ഭേദമന്യേ നിരവധി കണക്കിന് ആളുകളാണ് മുള്ളൂർക്കര ഇരുനിലങ്കോട് മഹാദേവ ക്ഷേത്രത്തിലെ മഹാ അന്നദാന ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയത്. മുള്ളൂർക്കര ഹെൽത്ത് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയ്ക്കു ശേഷമാണ് ഭക്ഷണ വിതരണം നടന്നത്. ശനിയാഴ്ച രാവിലെ ക്ഷേത്രം നട തുറന്നതിനു ശേഷം പ്രത്യേക പൂജകളും തുടർന്ന് എളനാട് ഗോപകുമാറും പാർട്ടിയും അവതരിപ്പിച്ച തായമ്പകയ്ക്ക് ശേഷമാണ് അന്നദാന ചടങ്ങുകൾ നടന്നത്. അന്നദാന വാർഷിക പരിപാടിയുടെ ഉദ്ഘാടനം ദേവസ്വം പാലിയം ഗ്രൂപ്പ് മാനേജർ വേണുഗോപാൽ പാലിയത്ത് ഭദ്രദീപം കൊളുത്തിയതിനു ശേഷം പാഞ്ഞാൽ സ്വദേശിയായ മുതിർന്ന അംഗം കാർത്തിയായനി അമ്മയ്ക്ക് ഭക്ഷണം വിളമ്പി നൽകി നിർവഹിച്ചു. കോവിഡ് സമയത്ത് ഒരു കുഴപ്പമില്ലാതെ ഒരു സമയമില്ലാതെ ഇത്ര ഭംഗിയായിട്ട് ഇത്രയും ശാന്തമായിട്ടുള്ള രീതിയിൽ ഇത്രയും കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെ പിന്നിലുള്ള അവരുടെ ക്ഷേത്രവികാരം, അവരുടെ ആത്മാർത്ഥത, അവരുടെ ഭക്തി, ബാക്കി ജനങ്ങളുടെ എല്ലാ സഹകരണം ഇതെല്ലാം. ചടങ്ങിൽ ക്ഷേത്രം സംരക്ഷണ സമിതി പ്രസിഡന്റ് PS രാഘവൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗം ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. 16 വർഷത്തോളമായി അന്നദാന ചടങ്ങിൽ ഭക്ഷണം വയ്ക്കുന്നതിനായി പങ്കാളിയായ കോട്ടയിൽ ഉണ്ണിയെയും 28 വർഷമായി മുടങ്ങാതെ അന്നദാനത്തിലേക്ക് പപ്പടം നൽകുന്ന തൊടുപുഴ സ്വദേശിയായ രാജനെയും ക്ഷേത്രം ജനറൽ സെക്രട്ടറി MV ദേവദാസൻ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ട്രഷറർ VK ശിവദാസൻ നന്ദി അറിയിച്ചു. മറ്റു ക്ഷേത്ര ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. ഏകദേശം 5000-ഓളം പേർ ഭക്ഷണം കഴിക്കാനായി അന്നദാന ചടങ്ങിൽ എത്തിയതായി ക്ഷേത്രം സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ഒറ്റപ്പാലം അർബൻ ബാങ്കിൽ നിന്ന് വിരമിക്കുന്നവർക്ക് യാത്രയയപ്പ് നൽകി. ബാങ്ക് ഹാളിൽ നടന്ന യാത്രയയപ്പ് യോഗം K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അർബൻ ബാങ്കിൽ നിന്ന് 36 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച ജനറൽ മാനേജർ ഇൻചാർജ് TP സിമന്തകം, 28 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച ബ്രാഞ്ച് മാനേജർ S ആശ, 27 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച ബ്രാഞ്ച് മാനേജർ C നളിനി, 23 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച ബ്രാഞ്ച് മാനേജർ P രമേഷ് എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. യാത്രയയപ്പ് യോഗം K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ലാഭം മാത്രം കാണുന്ന, ലാഭം കുന്നുകൂട്ടുന്നതിന് വേണ്ടി എന്തും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാലത്ത് അത്തരം താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അതിൽ സാമൂഹ്യ നീതിയുടെ വശം ഉൾച്ചേർത്തുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഊന്നി പ്രവർത്തിക്കുന്നതാണ് കേരളത്തിൻ്റെ സഹകരണ മേഖല. അത് വളരെ വളരെ പ്രാധാന്യത്തോടു കൂടി നാം കാണേണ്ടതാണ്. ഈ സഹകരണ ബാങ്കിൽ, അർബൻ ബാങ്കിൻ്റെ ഏത് ശാഖയിലും ഹെഡ് ഓഫീസിലും വരുന്ന ഒരാൾക്ക് പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ആരെങ്കിലും അവിടെ ജീവനക്കാരായിട്ടുണ്ടാകും. ബാങ്ക് ചെയർമാൻ U രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. വിരമിക്കുന്നവരെ MLA പൊന്നാടയണിയിച്ച് ആദരിച്ചു. ബാങ്കിന്റെ ഉപഹാരം ബാങ്ക് ചെയർമാൻ സമ്മാനിച്ചു. അസിസ്റ്റന്റ് ജനറൽ മാനേജർ CS ബിന്ദു ജീവനക്കാരുടെ ഉപഹാരം നൽകി. ബാങ്ക് ഡയറക്ടർ PK ഗംഗാധരൻ, ബോർഡ് ഓഫ് മാനേജ്മെന്റ് ചെയർമാൻ അഡ്വക്കേറ്റ് K സുജിത്, MD ഡോക്ടർ രാമനുണ്ണി, ജീവനക്കാരുടെ പ്രതിനിധി M ഗോപാലകൃഷ്ണൻ, ബാങ്ക് വൈസ് ചെയർമാൻ KN ശിവദാസൻ, ഡയറക്ടർ K സുനിത, KS മോഹനകൃഷ്ണൻ, KP മുരളീധരൻ, P രവീന്ദ്രൻ, PM ഗോപാലൻ, V ദേവകി, TP സിമന്തകം, S ആശ, C നളിനി, P രമേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്ക് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എംപ്ലോയീസ് സഹകരണ സംഘത്തിൽ നിന്ന് 27 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന കെ ഗീതയ്ക്ക് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. വടനംകുറിശി സംഘം അങ്കണത്തിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അസംബ്ലി മണ്ഡലങ്ങളുടെ പരിധിയിലുള്ള ഒരു സ്ഥാപനമാണ് നാം ഇന്ന് ശ്രീമതി ഗീതയ്ക്ക് യാത്രയയപ്പ് നൽകുന്ന ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്കുകളിലായിട്ട് പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ഈ സഹകരണ സംഘം. ഇവിടെ സെക്രട്ടറി വളരെ വികാരാധീനയായിട്ടാണ് സ്വാഗത പ്രസംഗം നടത്തിയത്. അത്രമാത്രം അടുത്തിടപഴകുകയും ഒട്ടേറെ പരിമിതികൾ നിറഞ്ഞ ഒരു സംഘത്തെ ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിന്, ശക്തിപ്പെടുത്തുന്നതിന് അത്രമാത്രം ഇഴുകിച്ചേർന്ന് പ്രവർത്തിച്ച ഒരു ബന്ധത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് അവരിവിടെ സംസാരിച്ചത് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. 1997 ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ ജോലിയിൽ പ്രവേശിച്ച് 27 വർഷത്തെ സ്തുത്യർഹ സേവനത്തിനു ശേഷം ഇന്റേണൽ ഓഡിറ്ററായി സർവീസിൽ നിന്നും വിരമിക്കുന്ന കെ ഗീതയ്ക്ക് അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA സ്നേഹോപഹാരം സമ്മാനിച്ചു. ചടങ്ങിൽ സംഘത്തിന്റെ ഉപഹാരം സെക്രട്ടറി EK പ്രീതയും സമ്മാനിച്ചു. സംഘം പ്രസിഡന്റ് ഷനൂജ് ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി EK പ്രീത സ്വാഗതം ആശംസിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അശോകൻ, പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് NP വിനയകുമാർ, ഷൊർണൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P നാരായണൻ മാസ്റ്റർ, കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രൺജിത്ത്, TV ഗിരീഷ്, മെറ്റൽ ഇൻഡസ്ട്രീസ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് K വിജയൻ, ഷൊർണൂർ വിജയ പ്രിന്റിംഗ് പ്രസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ, KCEU പട്ടാമ്പി ഏരിയ സെക്രട്ടറി ജയപ്രകാശ്, സംഘം മുൻ പ്രസിഡന്റുമാർ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന കെ ഗീത മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. കേരള റോളർ സ്കേറ്റിംഗ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സംസ്ഥാനതല സ്പീഡ് സ്കേറ്റിംഗ് പരിശീലനം മാത്തൂർ തച്ചൻകാട് ടൈസ ഇന്റർനാഷണൽ സ്പോർട്സ് അറീനയിൽ പുരോഗമിക്കുന്നു. ഇറ്റലിയിൽ നിന്നുള്ള ഇന്ത്യൻ ടീം പരിശീലകൻ ഗിലിയോ റവാസിയാണ് ക്യാമ്പിൽ പരിശീലനം നൽകുന്നത്. അന്തർദേശീയ തലത്തിൽ നിരവധി മെഡൽ ജേതാക്കളെ സൃഷ്ടിച്ച റവാസിയുടെ പരിശീലനം ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് മുതൽക്കൂട്ടാകുമെന്ന് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഇൻചാർജ് അനുരാജ് പൈങ്ങാവിൽ പറഞ്ഞു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 60ഓളം സ്റ്റേറ്റർമാരാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. കേരളത്തിൽ ആദ്യമായാണ് ഒരു വിദേശ പരിശീലകന്റെ കീഴിൽ ഇത്തരത്തിലൊരു സ്പീഡ് സ്കേറ്റിംഗ് ഡെവലപ്മെന്റ് പ്രോഗ്രാം നടക്കുന്നത്. ഇത്തരത്തിലുള്ള പരിശീലനത്തിലൂടെ കുട്ടികളുടെ പ്രകടനത്തിൽ പ്രകടമായ മാറ്റം സൃഷ്ടിക്കാനാകുമെന്നും വരാനിരിക്കുന്ന ജില്ലാ, സംസ്ഥാന, ദേശീയ മത്സരങ്ങളിൽ കേരളത്തിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്നുമുള്ള ശുഭപ്രതീക്ഷയിലാണ് അസോസിയേഷനും സ്കേറ്റർമാരും. പരിശീലന പരിപാടിയിൽ സംസ്ഥാന റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് BVN റെഡ്ഡി നേതൃത്വം നൽകുന്നു. സംസ്ഥാന ടീം പരിശീലകരായ അബി ഇസ്മായിൽ, അജയ് പനമ്പറ്റ്, KS സിയാദ് എന്നിവരും ഭാഗമാണ്. ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. കലിതുള്ളി കാലവർഷാരംഭം. തൃശൂർ ജില്ലയിൽ ഇടിമിന്നലേറ്റ് 2 മരണം. മരിച്ചത് കുന്നംകുളം വേലൂർ സ്വദേശി ഗണേശൻ, വലപ്പാട് കോതക്കുളം സ്വദേശി നിമിഷ എന്നിവർ. അപകടം രാവിലെ കനത്ത മഴയ്ക്കൊപ്പമുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ. വെള്ളക്കെട്ടിന്റെ ദുരിതത്തിൽ തൃശൂർ നഗരം. ഒല്ലൂരിനും പുതുക്കാടിനുമിടയിൽ റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞു. പാലക്കാട് ജില്ലയിലും മഴ ശക്തം. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ പരക്കെ വെള്ളക്കെട്ട്. ഒറ്റപ്പാലം മേഖലയിൽ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറി. അട്ടപ്പാടി ഭൂതവഴി ഊരിലെ ആദിവാസി ഭവന നിർമ്മാണ ഫണ്ട് തട്ടിയെടുത്ത കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ഗ്രീൻ മൂവ്മെന്റ്. CPI മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം കരാറെടുത്ത ഭവന നിർമ്മാണ പദ്ധതിയിൽ നടന്നത് ലക്ഷങ്ങളുടെ അഴിമതിയെന്ന് ഭാരവാഹികൾ. ഹൈക്കോടതിയിലെത്തിയ കേസ് അട്ടിമറിക്കാൻ സർക്കാർ തലത്തിൽ നീക്കമെന്നും ആരോപണം. വടക്കാഞ്ചേരി കുണ്ടന്നൂരിൽ പോലീസിന്റെ വിദേശമദ്യവേട്ട. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 75 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം പിടിച്ചെടുത്തു. പ്രതി ഓടി രക്ഷപ്പെട്ടു. 1-ാം തീയതി ബിവറേജുകളും ബാറുകളും അവധിയായതിനാൽ അനധികൃത വിപണനത്തിനായി സൂക്ഷിച്ചിരുന്ന മദ്യമാണ് പിടികൂടിയതെന്ന് പോലീസ്. മണ്ണൂരിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. പട്ടികജാതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് കുന്നംകുളം പോക്സോ കോടതി. ശിക്ഷിക്കപ്പെട്ടത് തൃശൂർ വടക്കേക്കാട് വൈലത്തൂർ ഞമനങ്ങോട് സ്വദേശി പ്രസാദ്. പീഡനം നടന്നത് 2013 അതിജീവിത 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത്.
ആരോഗ്യവകുപ്പ് ഫോറൻസിക് വിഭാഗം ചീഫ് കൺസൾട്ടന്റും പോലീസ് സർജനുമായ ഡോക്ടർ PB ഗുജറാൾ പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ പടിയിറങ്ങി. വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് ഔദ്യോഗിക ജീവിതത്തിൽ 6ാം ഇന്ദ്രിയത്തെ പിന്തുടർന്ന പ്രതിഭാശാലി. പോലീസ് സേനയുടെ കുറ്റാന്വേഷണ വിഭാഗത്തിന് ഡോക്ടർ നൽകിയ സംഭാവനകൾ മഹത്തരം. വേനലവധിക്കു ശേഷം സ്കൂളുകൾ ജൂൺ 3-ന് തുറക്കും. പ്രവേശനോത്സവത്തിനായി തിരക്കിട്ട ഒരുക്കങ്ങൾ. മഴക്കാല ജാഗ്രതയുടെ ഭാഗമായി മിക്ക വിദ്യാലയങ്ങളിലും ശുചീകരണം പൂർത്തിയായി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.